മറ്റു വാർത്തയിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ വരുന്ന വാർത്ത തൃശൂർ പഴുവിലിൽ സദാചാര ആക്രമണത്തിനിരയായ ബസ് ഡ്രൈവർ മരിച്ചു. പഴുവിൽ സ്വദേശി സഹറാണ് മരിച്ചത്. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. അനീഷ് ആന്റണിയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അനീഷ്, എന്താണ് ഈ വാർത്തയുടെ പശ്ചാത്തലം? കഴിഞ്ഞ മാസം 18-നാണ് ഇദ്ദേഹത്തിന് സദാചാര ആക്രമണം ഉണ്ടായത്. 6 പേർ ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനത്തെ തുടർന്ന് ഇയാൾ നിലവിൽ തൃശ്ശൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ആയിരുന്നു. തൃശ്ശൂർ തൃപ്രയാർ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സിലെ ഡ്രൈവറായിരുന്നു മരിച്ച സഹർ. 32 വയസ്സായിരുന്നു. കഴിഞ്ഞ മാസം 18-ന് അർദ്ധരാത്രി അസമയത്ത് കണ്ടെന്ന് ആരോപിച്ച് 6 പേര് സംഘം ചേർന്ന് സഹറിനെ മർദ്ദിക്കുകയായിരുന്നു. സഹറിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ സമീപത്തെ ക്ഷേത്രത്തിലെ CCTV ക്യാമറകളിൽ പതിഞ്ഞിരുന്നു. കൊലയാളികളായ 6 പേരും നിലവിൽ ഒളിവിലാണെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. ചേർപ്പ്, ചിറക്കൽ, തിരുവാണിക്കാവ് ക്ഷേത്രത്തിന് സമീപത്ത് വെച്ചാണ് ഇദ്ദേഹത്തിന് മർദ്ദനമേറ്റത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത്, രാത്രി അസമയത്ത് സഹറിനെ അവിടെ കണ്ടത് ചോദ്യം ചെയ്യുകയും തുടർന്ന് മർദ്ദിക്കുകയുമായിരുന്നു എന്നാണ്. മർദ്ദനമേറ്റ സഹർ വീട്ടിലെത്തി. തുടർന്ന് വേദന സഹനീയമായതിനെ തുടർന്ന് നിലവിളി ശബ്ദം കേട്ട അമ്മ ആദ്യം സഹറിനെ കരാഞ്ചിറയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തൃശ്ശൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്കും മാറ്റുകയായിരുന്നു. ഈ കഴിഞ്ഞ ഒരാഴ്ചയായി സഹറിന്റെ ആരോഗ്യനില വളരെ വഷളായിരിക്കുകയായിരുന്നു. ഇതിനിടെ സഹറിനെ തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക്, വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരിക്കുകയായിരുന്നു. ഇന്ന് ഉച്ചയോടെയാണ് സഹറിന് മരണം സംഭവിച്ചത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. അതേസമയം സംഭവത്തിൽ ഈ ഒളിവിലുള്ള 6 പ്രതികൾക്കെതിരെയും കൊലക്കുറ്റം ചുമത്തി കേസെടുക്കുമെന്ന് ചേർപ്പ് പോലീസ് അറിയിച്ചിട്ടുണ്ട്. അതായത് ഈ പ്രതികളിൽ ഒരാൾ പോലെയും ഇതുവരെ പിടികിട്ടിയിട്ടില്ല എന്നാണോ അനീഷ്? അതെ, തീർച്ചയായും. ഈ മർദ്ദിച്ച 6 പേരും ഒളിവിലാണ്. ഇവരെ ആരെപ്പോലും ഇപ്പോഴും പിടികൂടാനായിട്ടില്ല. നിലവിൽ സദാചാര ആക്രമണം തുടങ്ങി മർദ്ദനം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമായിരുന്നു കേസെടുത്തത്. സഹറിന്റെ മരണത്തോടെ കൊലക്കേസ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ഇവർക്കെതിരെയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി ഇപ്പോൾ മുന്നേറുകയാണ് ഫിറോസ്. ശരി അനീഷ്.